ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് അനിൽകുമാർ. വിദ്യാർത്ഥികൾക്കായുള്ള കോച്ചിംഗ് കേന്ദ്രങ്ങൾ വേട്ടയാടലിന്റെ കേന്ദ്രങ്ങളായി മാറിയെന്ന് ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖർ. ആശങ്കാജനകമായ ഈ സാഹചര്യം ചർച്ച ചെയ്യപ്പെടണമെന്നും നമ്മുടെ വിദ്യാഭ്യാസ മേഖലയെ കളങ്കപ്പെടുത്തുന്നത് അനുവദിക്കാനാവില്ലെന്നും ഉപരാഷ്ട്രപതി വ്യക്തമാക്കി. രാജസ്ഥാനിലെ കോട്ടയിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജിയുടെ 4ാമത് ബിരുദദാന ചടങ്ങിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. വികസിത ഭാരതം കെട്ടിപ്പടുക്കുന്നതിനായി യുവാക്കളെ ശാക്തീകരിക്കുന്നതിനുള്ള കേന്ദ്ര സർക്കാരിന്റെ പ്രതിബദ്ധതയാണ് റോസ്ഗാർ മേളയിലൂടെ പ്രതിഫലിക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അടുത്തിടെ മന്ത്രിസഭ അംഗീകരിച്ച എംപ്ലോയ്മെന്റ് ലിങ്ക്ഡ് ഇൻസെന്റീവ് പദ്ധതി പ്രയോജനപ്പെടുത്തി സ്വകാര്യ മേഖലയിൽ ഉൾപ്പെടെ പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനാണ് കേന്ദ്ര സർക്കാർ ശ്രമമെന്ന് അദ്ദേഹം പറഞ്ഞു. 16ാമത് ദേശീയ റോസ്ഗാർ മേളയുടെ ഭാഗമായി വിവിധ സർക്കാർ വകുപ്പുകളിൽ നിയമിതരായ 51,000-ത്തിലധികം യുവാക്കൾക്ക് നിയമന കത്തുകൾ ഓൺലൈനായി വിതരണം ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. വിചാരണകളിലെ കാലതാമസം ഉൾപ്പെടെ ഇന്ത്യൻ നിയമവ്യവസ്ഥ നേരിടുന്ന വലിയ വെല്ലുവിളികൾ അടിയന്തരമായി പരിഹരിക്കപ്പെടണമെന്ന് ചീഫ് ജസ്റ്റിസ് BR ഗവായ്. ഹൈദരാബാദിലെ നൽസാർ നിയമ സർവകലാശാലയുടെ 22ാമത് വാർഷിക ബിരുദദാന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിചാരണകൾ പതിറ്റാണ്ടുകളോളം നീളുന്നതിനാൽ വർഷങ്ങളോളം ജയിലിൽ കഴിഞ്ഞതിന് ശേഷം നിരപരാധിയാണെന്ന് തെളിയിക്കപ്പെട്ട കേസുകളുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഏകദിന സന്ദർശനത്തിനായി കേരളത്തിലെത്തിയ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കണ്ണൂർ തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിൽ ദർശനം നടത്തി. ക്ഷേത്രത്തിൽ അദ്ദേഹം പ്രധാന വഴിപാടായ പൊന്നിൻ കുടം സമർപ്പിച്ചു. ദർശനത്തിന് ശേഷം കേന്ദ്രമന്ത്രി ഡൽഹിയിലേക്ക് മടങ്ങി. തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച BJP വാർഡ് തല നേതൃസംഗമവും BJP മുതിർന്ന നേതാവ് കൂടിയായ അമിത്ഷാ ഉദ്ഘാടനം ചെയ്തു. തിരുവനന്തപുരം അരിസ്റ്റോ ജംഗ്ഷനിൽ KG മാനാർ മന്ദിരമെന്ന് പേരിട്ടിരിക്കുന്ന BJP സംസ്ഥാന ഓഫീസിന്റെ ഉദ്ഘാടനവും ശ്രീ ഷാ ഇന്ന് നിർവഹിച്ചു. പ്രധാനമന്ത്രിയുടെ മൻ കി ബാത്ത് പ്രഭാഷണ പരമ്പരയെ അടിസ്ഥാനമാക്കി മേര യുവഭാരതിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന മൻ കി ബാത്ത് ടാലന്റ് ഹണ്ട് സീസൺ 5ന്റെ ഫൈനൽ മത്സരം നാളെ തിരുവനന്തപുരത്ത്. കേന്ദ്ര യുവജനകാര്യ വകുപ്പ് സഹമന്ത്രി രക്ഷാ നിഖിൽ ഖഡ്സെ പരിപാടി ഉദ്ഘാടനം ചെയ്യും. മുൻ കേന്ദ്ര സഹമന്ത്രി V മുരളീധരൻ അധ്യക്ഷത വഹിക്കും. സംസ്ഥാനത്ത് നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ തുടരുന്നു. സമ്പർക്ക പട്ടികയിൽ ആകെ 497 പേരാണുള്ളത്. മലപ്പുറം ജില്ലയിൽ 203 പേരും, കോഴിക്കോട് 114 പേരും, പാലക്കാട് 178 പേരും, എറണാകുളത്ത് 2 പേരുമാണ് സമ്പർക്ക പട്ടികയിലുള്ളത്. മലപ്പുറം, പാലക്കാട് ജില്ലകളിൽ കേന്ദ്ര സംഘം സന്ദർശനം നടത്തി. ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ നേതൃത്വത്തിൽ ഇന്ന് ഉന്നതതല യോഗവും ചേർന്നിരുന്നു. അടിസ്ഥാന സൗകര്യ മേഖലയിൽ സാധ്യമാവുന്ന എല്ലാ വികസനവും നടപ്പിലാക്കുമെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ്. വയനാട് തിരുനെല്ലി ഗ്രാമപഞ്ചായത്തിൽ കാളിന്തി പുഴയ്ക്ക് കുറുകെ നിർമ്മിച്ച നെട്ടറ പാലം മന്ത്രി ഉദ്ഘാടനം ചെയ്തു. 1.5 കിലോമീറ്റർ നീളമുള്ള പാലം കിഫ്ബിയിൽ ഉൾപ്പെടുത്തിയാണ് പൂർത്തീകരിച്ചത്. പത്തനംതിട്ട തിരുവാറന്മുള ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ ആറന്മുള വള്ളസദ്യയ്ക്ക് നാളെ തുടക്കമാകും. ഉദ്ഘാടനം രാവിലെ 11-ന് മന്ത്രി KB ഗണേഷ് കുമാർ നിർവഹിക്കും. KSRTC ബജറ്റ് ടൂറിസം സെല്ലിന്റെ പഞ്ചപാണ്ഡവ ക്ഷേത്ര ദർശന യാത്രയുടെ ഭാഗമായി നടത്തുന്ന വള്ളസദ്യയ്ക്കും മന്ത്രി തുടക്കം കുറിക്കും. ഒക്ടോബർ 2 വരെ 80 ദിവസമാണ് ഇത്തവണ വള്ളസദ്യക്കാലം. 7 പള്ളിയോടങ്ങളാണ് നാളത്തെ വള്ളസദ്യയിൽ പങ്കെടുക്കുന്നത്. സംസ്ഥാനത്തെ സോളാർ വൈദ്യുതി പ്ലാന്റുകളുമായി ബന്ധപ്പെട്ട പുനരുപയോഗ ഊർജ്ജ ചട്ട ഭേദഗതി പിൻവലിക്കാൻ വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷനും സർക്കാരും തയ്യാറാകണമെന്ന് പ്രതിപക്ഷ നേതാവ് VT സതീശൻ. ചട്ടഭേദഗതി നിലവിൽ വന്നാൽ സംസ്ഥാനത്തെ സോളാർ പ്ലാന്റുകളെല്ലാം പൂട്ടേണ്ടി വരുമെന്നും അദ്ദേഹം വാർത്താക്കുറിപ്പിൽ പറഞ്ഞു. യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന മലയാളി നിമിഷപ്രിയയുടെ മോചനം സംബന്ധിച്ച വിഷയത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഇടപെടലുകൾ നടത്തണമെന്ന് KC വേണുഗോപാൽ MP. പ്രധാനമന്ത്രി വിഷയത്തിൽ ഇടപെടണമെന്നും അദ്ദേഹം കൊല്ലത്ത് പറഞ്ഞു. ഈ ആവശ്യം മുൻനിർത്തി പ്രധാനമന്ത്രിയെ കാണാൻ കേരളത്തിൽ നിന്ന് ഒരു മന്ത്രിതല സംഘത്തെ അയക്കാൻ മുഖ്യമന്ത്രി മുൻകൈയെടുക്കണമെന്നും ശ്രീ വേണുഗോപാൽ ആവശ്യപ്പെട്ടു. ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയിൽ വിവിധ തരത്തിലുള്ള നിരോധിത മയക്കുമരുന്ന് കൈവശം വച്ചതിന് 103 കേസുകൾ കൂടി രജിസ്റ്റർ ചെയ്തു. 102 പേർ അറസ്റ്റിലായി. കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. നാളെ തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള 7 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ ഇന്ന് കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. ഹിമാചൽ പ്രദേശിൽ ഈ മാസം 18 വരെ കനത്ത മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഹിമാചൽ പ്രദേശിന്റെ വിവിധ പ്രദേശങ്ങളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശവും പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതേസമയം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി വിവിധ മേഖലകളിലുണ്ടായ മണ്ണിടിച്ചിലിൽ ദേശീയപാതകൾ ഉൾപ്പെടെ 250 റോഡുകളിലെ ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.